സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നിവർത്തി കെട്ട് നമ്മുടെ ഭാർഗവിയാണെങ്കിൽ അരുന്ധതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കൈ കൂപ്പി മാപ്പ് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന് താൻ പറഞ്ഞതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. എനിക്കറിയാം മേഡത്തിൻ്റെ മുമ്പിൽ അങ്ങനെയൊന്നും സംസാരിക്കാനുള്ള വോയിസ് എനിക്കില്ല, എങ്കിലും എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം പ്രഭക്കുഞ്ഞിനെ കാണാതായതിൻ്റെ പിന്നിൽ മേഡമായിരിക്കുമെന്നുള്ളത്. മേഡത്തിന് പ്രഭക്കുഞ്ഞിനോടുള്ള ശത്രുതയും എനിക്കറിയാം. പ്രഭക്കുഞ്ഞ് തിരികെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് നോമിനേഷൻ കൊടുക്കുന്നത് വിലക്കാം. മാത്രമല്ല ഇലക്ഷനോ മത്സരത്തിനോ ഒന്നും ഇനി പ്രഭക്കുഞ്ഞ് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നു, എനിക്കറിയാം ഭാർഗവി എന്തുമാത്രം പ്രഭയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഈ പ്രഭാവതി കാണാതായതിൻ്റെ പിന്നിൽ ഞാനല്ല. ഭാർഗവിക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പോലീസിനോട് പോയി അന്വേഷിക്ക്. പിന്നെ ഇത്രയെങ്കിലും ഞാൻ സംസാരിക്കാൻ നിന്നത് ഭാർഗവിക്ക് പ്രഭയോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടാണെന്നൊക്കെ അരുന്ധതി പറയുമ്പോൾ വീണ്ടും കെഞ്ചി നിൽക്കുന്ന ഭാർഗവിയെ അരുന്ധതി ആട്ടിപ്പായിച്ച് വിടുന്നുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ നിയന്ത്രണം വിടുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭാർഗവി ശല്യം ചെയ്യാതെ പോകാൻ പറയുന്നതിൻ്റെ പേര് ഭാർഗവിയാണെങ്കിൽ വിഷമിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ടി വിയിൽ ന്യൂസ് നടക്കുന്നുണ്ട്. ന്യൂസിൽ മറ്റാരുമല്ല, നമ്മുടെ ദേവികയാണെങ്കിൽ ഇലക്ഷൻ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു കപട നാടകമായിട്ടാണ് പ്രഭാവതിയുടെ തിരോധാനത്തെ മനസ്സിലാക്കി സംസാരിക്കുന്നത് കണ്ടിട്ട് ഭാർഗവിക്കാണെങ്കിൽ കലി സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാർഗവി നേരെ ദേവികയെ കാണാനായിട്ട് പോകുന്നു. ദേവികയെ കണ്ട് ഭാർഗവി ചൂടായി ചോദിക്കുന്നു, നീ എന്തറിഞ്ഞിട്ടാ ടി വി ന്യൂസിൽ അങ്ങനെയൊക്കെ പ്രഭക്കുഞ്ഞിനെ പറ്റി പറഞ്ഞത്? പ്രഭക്കുഞ്ഞ് അറിഞ്ഞുകൊണ്ട് മറഞ്ഞു നിൽക്കുവാണെന്നാണോ നീ കരുതുന്നത്? ഒരിക്കലും കുഞ്ഞിന് അതിൻ്റെ ആവശ്യമില്ല. പൊരുതി മത്സരിച്ച് വിജയിക്കും അല്ലെങ്കിൽ തോൽക്കും, അല്ലാതെ ഭീരുക്കളെ പോലെ മറഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നും പ്രഭക്കുഞ്ഞിനില്ല. നിനക്കൊരു ചുക്കും അറിയില്ല, നീയും കൂടി ചേർന്നല്ലേ പ്രഭക്കുഞ്ഞിന് ഈ അവസ്ഥ ഉണ്ടാക്കിയേ എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നു, ഞാൻ ചേർന്ന് എന്ത് ചെയ്തെന്നാ? പ്രഭക്കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ ഒപ്പം അല്ലേ നീ നിൽക്കുന്നത്? അപ്പം പ്രഭക്കുഞ്ഞിനെതിരായിട്ട് തന്നെയല്ലേ നീ ഓരോ കാര്യങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു ഭാർഗവി ആൻറ്റിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന്. അമ്മ ഭയക്കുന്ന ആ ശത്രു ആരാണ്? ഇനിയെങ്കിലും എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ? വൈകുന്ന ഓരോ നിമിഷവും അമ്മയുടെ ജീവന് തന്നെയായിരിക്കും ആപത്ത് എന്നൊക്കെ പറയുമ്പം ഭാർഗവി നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവികയോട് പറയുന്നുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ നിന്നോടുള്ള ദേഷ്യത്തിനൊന്നുമല്ല പ്രഭക്കുഞ്ഞ് നിനക്കെതിരെ മത്സരിക്കുന്നത്. കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ചന്ദ്രോത്ത് വീട് തകർക്കാൻ കെൽപ്പുള്ളൊരു ശത്രു വന്നിട്ടുണ്ട്. ആ ശത്രുവിനോടൊപ്പം തന്നെയാണ് നീ ഇപ്പം നിൽക്കുന്നത്. ആൻറ്റി എന്താ പറയുന്നത്? അച്ഛനെക്കുറിച്ചാണോ? അച്ഛനെക്കുറിച്ചൊന്നുമല്ല അരുന്ധതി, നിൻ്റെ മേഡത്തെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ ദേവിക ആകെ അങ്ങ് ഷോക്കാകുന്നു. ആൻറ്റി എന്തൊക്കെയായി പറയുന്നത്? അരുന്ധതി മേഡത്തിന് എന്തിനാ അമ്മയോട് ദേഷ്യം? അമ്മയെ അരുന്ധതി മേഡവും മുമ്പ് പരിചയമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാർഗവിയാണെങ്കിൽ ദേവികയോട് മറച്ചു വെക്കാതെ പറയുന്നു. കാരണം ഇനിയും സത്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പ്രഭാവതിയുടെ ജീവനത് ആപത്തായി മാറുമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഭാർഗവി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ദേവികയാണെങ്കിൽ നേരെ അരുന്ധതിയെയും ഋഷിയെയും കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഭാർഗവിയാണെങ്കിൽ ദേവിയേക്ക് മറ്റൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഈ കാര്യങ്ങളൊന്നും സിദ്ധാർത്ഥൻ സാറോ നന്ദനോ രജനി മോളൊന്നും അറിയാൻ പാടില്ല. പ്രഭാവതി എന്നെ മാത്രം വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പം ദേവിക പറയുന്നു, ആൻറ്റി വിഷമിക്കേണ്ട, ഞാൻ മറ്റാരോടും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നോക്കാം എന്നൊക്കെ വാക്ക് പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ ദേവികയാണെങ്കിൽ ഋഷിയെ കാണാനായിട്ട് ഏറ്റവും വെളുത്ത നിലയിൽ വരുമ്പം ഋഷിയാണെങ്കിൽ ആ കൂട്ടുകാരന്മാരോടിരുന്ന് പറയുന്നുണ്ട്, ഇനി പ്രൊഫസർ പ്രഭാവതി പുറം ലോകം കാണില്ല. അത് കേട്ടതും ഭാർഗവി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നമ്മുടെ ദേവികയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ദേവികയാണെങ്കിൽ ഋഷിയോട് പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ബലമായി ഒച്ച വെച്ച് ചോദിക്കുന്ന കേട്ടിട്ട് നമ്മുടെ അരുന്ധതിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ദേവിക, എന്താ പ്രശ്നം? നീ എന്തിനാ ഋഷിയോട് മോശമായി പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പം നമ്മുടെ ദേവികയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മയെ കാണാതായതിൻ്റെ പിന്നിൽ ഇവനാണ് ഋഷി. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കേട്ടുകൊണ്ട് വന്നതാണ്, ഇനി പ്രൊഫസർ പ്രഭാവതി പുറംലോകം കാണില്ലെന്ന്. അത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് അരുന്ധതിയും. കാരണം അരുന്ധതിയോട് യാതൊരു കാര്യങ്ങളും ഋഷി തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മയെപ്പോലും അറിയിക്കാതെയാണ് പ്രഭാവതിയെ തട്ടിക്കൊണ്ട് പോരുന്നതും അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതും. സത്യം പറ ഋഷി, ദേവിക പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് ഋഷിക്ക് മനസ്സിലായി ദേവിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നത്. ഇനി സത്യങ്ങൾ മറച്ചു വെക്കുന്നത് ശരിയല്ല. അമ്മയുടെയും മുഖം വാടിയത് മനസ്സിലാക്കിയ ഋഷിയാണെങ്കിൽ എല്ലാ സത്യങ്ങളും
തുറന്നു പറയുന്നുണ്ട്. അതായത് പ്രഭാവതി മേഡത്തെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്നും എന്നോടും ലീനയോടും അവർ ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചോദിക്കാൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടതും നമ്മുടെ അരുന്ധതിയാണെങ്കിൽ ഋഷിയുടെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്താടാ ഈ കാണിച്ചത്? ഞാനാണെങ്കിൽ ദേഹോപദ്രവം ചെയ്യാതെ മാനസികമായി പ്രഭാവതിയെ തകർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ എടുക്കുന്നതല്ല പോംവഴി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ദേവികയാണെങ്കിൽ ഋഷിയെ സമാധാനിപ്പിക്കുന്നു. ഋഷി നിന്നോട് ചെയ്തത് ക്രൂരതയാണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ എങ്കിലും അമ്മയുടെ ജീവൻ എടുത്തുകൊണ്ട് അതിന് പകരം ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു. മാത്രമല്ല ചന്ദ്രമതിയോട് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ചേച്ചി എപ്പോഴും എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നല്ലോ, പ്രഭാവതി മേഡത്തെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണെന്നാണ് ചേച്ചിയുടെ സംശയം. അതുപോലെ എനിക്ക് വേണമെങ്കിൽ ചേച്ചിയെ സംശയിച്ചൂടെ? ചേച്ചിയാണോ പ്രഭാവതി മേഡത്തെ തട്ടിക്കൊണ്ടുപോയത്? അത് കേട്ടതും ചന്ദ്രമതി ആകെ ഷോക്കായി ത്യാഗരാജനോട് ചോദിക്കുന്നു, നീ എന്താടാ ഈ പറയുന്നത്? ഞാൻ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോകാനോ? അങ്ങനെ എനിക്ക് സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? ചേച്ചി എപ്പോഴും പറയാറുണ്ടല്ലോ അളിയൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണെന്നും, മാത്രമല്ല ബാലു പോലും ദേവികയുടെ വിജയം കാണാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പ്രഭാവതിയെ ഇലക്ഷന് മത്സരിക്കേണ്ട എന്നും പറഞ്ഞ് തടയാൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്നൊക്കെ ഉള്ള കാര്യം എന്നോടും പറഞ്ഞിരുന്നു എന്ന് കരുതി ഞാൻ എന്തിനാ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം ദേവികയുടെ വിജയത്തിന് വേണ്ടി എന്ന് പറയുന്നതും ചന്ദ്രമതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. നീ ചുമ്മാ അനാവശ്യമൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗരാജനോട് തട്ടിക്കയറുന്ന ചന്ദ്രമതിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ ഋഷിയാണെങ്കിൽ പ്രഭാവതി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം സത്യങ്ങളെല്ലാം ദേവികയും അമ്മയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരായിട്ട് പ്രശ്നം കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ അരുന്ധതിക്കാണെങ്കിൽ പ്രഭാവതിയെ കൊല വിളിക്കാനുള്ള ദേഷ്യമൊന്നുമില്ല, പകരം അവർ ഈ ചെയ്ത തെറ്റിന് മനസ്സറിഞ്ഞ് പ്രായച്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഋഷിയെ ദേവികയും അരുന്ധതിയായിട്ട് തടയുന്ന ആ ഒരു നിമിഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാത്തിരിക്കാം.